നമ്മളെ കൂടെയുള്ള ആളുകളുടെ ആവട്ടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ആവട്ടെ അവരുടെ ഒരു പ്രോഗ്രാമിന് ശേഷം വളരെ പോസിറ്റീവായ ഫീഡ്ബാക്ക് നമുക്ക് കൊടുക്കാൻ പറ്റണം. പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത് ബി സ്പെസിഫിക്, വളരെ സ്പെസിഫിക് ആയിരിക്കണം. വെറുതെ ജനറൽ ആയിട്ട് നന്നായി ഉഷാറായി എന്നതിന് പറയുന്നതിന് പകരം സ്പെസിഫിക് ആയിട്ട് ഇന്ന റീസൺ, ഇന്ന കാര്യങ്ങൾ നമ്മൾ അതിന് കണ്ടു, അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റണം. രണ്ടാമതായിട്ട് അവരുടെ ടാലന്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിക്കാതെ അവർ ഈ ഒരു ആക്ടിവിറ്റിക്ക്, ആ പ്രോഗ്രാമിന് വേണ്ടി എടുത്ത എഫേർട്ടിനെ കുറിച്ചും ആ എഫേർട്ടിന്റെ റിസൾട്ടിനെ കുറിച്ചും നന്നായി സംസാരിക്കാൻ പറ്റുക എന്നുള്ളത്. മൂന്നാമത്തത് നല്ല സജഷൻസ് കൊടുക്കാൻ പറ്റുക, ക്രിറ്റിസൈസ് ചെയ്യാതെ തന്നെ ഇംപ്രൂവ് ചെയ്യാവുന്ന ഏറ്റവും നല്ല സജഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായി പോസിറ്റീവ് ഫീഡ്ബാക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും. ഒന്ന്, വെരി സ്പെസിഫിക് ആവുക. രണ്ടാമത്തെ കാര്യം, അവരുടെ ടാലന്റിന് അപ്പുറത്തെ അവരുടെ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. മൂന്നാമത്തത്, നല്ല നിർദ്ദേശങ്ങൾ, സജഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. താങ്ക് യു.